നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന്, CPM എന്ന പാർട്ടിക്കകത്തെ അന്തഛിദ്രം. മറ്റൊന്ന്, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. CPMന്റെ അന്തഛിദ്രം നമുക്ക് മാറ്റിവെക്കാം. അതിലൂടെ ആ പാർട്ടി അങ്ങ് നശിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ഈ കുത്തുപാള എടുപ്പിച്ചത് ആരാണ്? അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം. അതാണിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. ആഡംബരത്തിനും ആർഭാടത്തിനും യാതൊരു കുറവുമില്ല. ഇതാരാണ് ഇങ്ങനെ വരുത്തി തീർത്തത്? മുടിയുമ്പോൾ മൂടോടെ മുടിയണം എന്ന് കേട്ടിട്ടുണ്ട്. അതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാജഹാൻ, നമ്മുടെ ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാലൻ, ഇതിനു മുമ്പുള്ള ധനമന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇത്തരത്തിൽ കേരളത്തെ കുത്തുവാള എടുപ്പിച്ചത്? ഞാൻ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഇതിൽ നിന്നൊരല്പം വ്യത്യസ്തമാണ്. അടിസ്ഥാനപരമായി ഇതാണ് പോയിന്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കേരളം ഇപ്പോൾ നേരിടുന്നു എന്ന് പറയുന്ന സാമ്പത്തിക ദുരിതങ്ങൾക്ക് ഉത്തരവാദി ആര് എന്നുള്ളത് സംബന്ധിച്ച് CPMനകത്തെ രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതാണ് എൻ്റെ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ CPMനകത്ത് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ബുദ്ധിജീവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ TM തോമസ് ഐസക് എന്നാണ്. അദ്ദേഹം 2 തവണ ധനകാര്യമന്ത്രിയായിരുന്നു. അച്യുതാനന്ദൻ മന്ത്രിസഭയിലും ഒന്നാം പിണറായി മന്ത്രിസഭയിലും. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ അദ്ദേഹം ഇല്ല, കാരണം അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയില്ല. ലോക്സഭയിൽ മത്സരിച്ചു, തോറ്റു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം ഭരിക്കുമ്പോൾ സുസ്ഥിരമായിരുന്നുവെന്നും, എന്നാൽ 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ സാമ്പത്തിക മേഖല താറുമാറായി എന്നുമുള്ള സൂചനകളാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനെ തുടർന്ന് പൊതുമണ്ഡലത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2016-21 കാലഘട്ടത്തിൽ സമ്പദ്ഘടനയൊക്കെ നല്ലതായിരുന്നു, സാമ്പത്തിക നില മെച്ചമായിരുന്നു, വികസന പ്രവർത്തനങ്ങൾ നടന്നു, കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു എന്ന് പറഞ്ഞ തോമസ് ഐസക് 2021 മുതൽ അധികാരത്തിൽ വന്ന സർക്കാരിന്റെ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാർ നേരിട്ടത് കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലെന്നും, ക്ഷേമ പ്രവർത്തനങ്ങൾ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കാൻ കഴിയാതിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചു എന്നും, പാർട്ടിക്ക് അകത്തു മാത്രമല്ല പാർട്ടിക്ക് പുറത്തും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. എന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നത് തോറ്റതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്നും, സാമ്പത്തികമായിട്ടുള്ള ദുരിതം സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ അനുഭവിക്കേണ്ടി വന്നുവെന്നും, കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമെങ്കിലും അത് കേന്ദ്രമാണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നുമൊക്കെ തോമസ് ഐസക് തന്നെ ആദ്യം പറയുകയും, അതിനെ തുടർന്ന് പാർട്ടി കമ്മിറ്റികളിലൊക്കെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളായിട്ട് അത് എല്ലാ തലങ്ങളിലും ഉയർന്നു വരികയും ചെയ്തു. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ ആ വിമർശനത്തിന് ഏറ്റവും വിധേയനാകുന്നയാൾ ആരാ? അയാൾ KN ബാലഗോപാൽ എന്ന് പറയുന്ന 2ാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രിയാണ്. അയാൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വിവിധ കോണുകളിൽ ഉയർന്നു വന്നു. ഒരു ഘട്ടത്തിൽ അയാള് രാജിവെക്കാൻ പോലും തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടിമുതൽ മുടി വരെ അയാൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സ്വാഭാവികമായും ഈ വിമർശനങ്ങൾ അയാൾക്കെതിരെ തിരിച്ചുവിടുന്നതിൽ തോമസ് ഐസക് നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചു എന്നുള്ളൊരു ബോധ്യം ആദ്യ സമയം മുതൽ തന്നെ അയാൾക്കുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പും
ഐസക് പരോക്ഷമായി ഈ വാദഗതികൾ പലരിലൂടെയും ഒക്കെ ഉയർത്തിവിട്ട് ബാലഗോപാലിനെതിരെ ഭംഗ്യന്തരേണ വിമർശനങ്ങൾ ഉന്നയിക്കുമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരിട്ടായി. സ്വാഭാവികമായും ആ വിമർശനത്തിൽ കിടന്ന് പുളയുകയായിരുന്നു കെ എൻ ബാലഗോപാൽ. ആ പുളഞ്ഞ കെ എൻ ബാലഗോപാല് ആദ്യമായി പരസ്യമായി തന്റെ സർക്കാരിനെയും തോമസ് ഐസക്കിന്റെ സർക്കാരിനെയും താരതമ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ്. ഇനിയിപ്പം നമ്മൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അയാള് ഒന്നാം പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിനെയും പിന്നെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ആ പത്രസമ്മേളനത്തിൽ അയാൾ കൊണ്ടുവന്ന വാദഗതികൾ നമ്മൾ നിർത്തി നോക്കിയേ. അയാൾ പറയുന്നത് എന്താ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിവർഷം ശരാശരി 1.2 ലക്ഷം കോടി രൂപയായിരുന്നു ചിലവ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി പ്രതിവർഷ ചിലവ് 1.6 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ആലോചിച്ചു നോക്കണം നമ്മൾ. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ശരാശരി പ്രതിവർഷ ചിലവിനേക്കാൾ കൂടുതൽ ചിലവ് എന്റെ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ 3 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐസക് കൊടുക്കുന്ന അടിയല്ലേ അത്? നിങ്ങൾ 5 വർഷത്തെ കണക്കാ പറയുന്നു സുഹൃത്തെ, ഞാൻ 3 വർഷത്തെ കണക്കാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ മറുപടി പറയും. 1. 2, അയാൾ പറയുന്നത് എന്താ? കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതിവർഷ വരുമാനം പ്രതിവർഷം 57,000 കോടി രൂപ കുറഞ്ഞിട്ടും ചെലവിൽ 40,000 കോടി രൂപയുടെ വർധനയാണ് ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഐസക്കിന്റെ മസ്തകം പൊളിക്കുന്ന അടികളല്ലേ ഇത്? 57,000 കോടി രൂപ പ്രതിവർഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞിട്ടും പ്രതിവർഷം 40,000 കോടി രൂപയുടെ പിന്നെ ചെലവ് വർദ്ധിച്ചു. രണ്ടാമത്തെ അടി ഐസക് ഇട്ട് കൊടുത്തു. മൂന്നാമത് പറഞ്ഞ എന്താ? ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെ ബാധ്യത അത് ഞാനാണ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണം ഒരു ബാധ്യതയായിരുന്നു എന്നാ. ആ ബാധ്യത ഞാനാണ് ഏറ്റെടുത്തത് എന്ന് തുടങ്ങി അയാൾ പറയുന്നതാണ് സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനും ഈ സർക്കാരാണ് നൽകിയത്. ഇനി അടുത്ത ഐസക്കിനോട് കൊടുക്കുന്ന ഏറ്റവും വലിയ അടി എന്താണ്? ഐസക്കി കിഫ്ബി എന്നും പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി കൊണ്ടുവന്നു, 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി. അത് കിഫ്ബി എന്റെ പിന്നെ കുഞ്ഞാണ്, കിഫ്ബിയിലൂടെയാണ് വികസന പ്രവർത്തനം മുഴുവൻ നടന്നെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കിഫ്ബി ഇതുവരെ 30,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. 30,000. അതിൽ 20,000 കോടി രൂപയും ഈ സർക്കാരാണ് ചെലവഴിച്ചത്. അതായത് നിങ്ങൾ കിഫ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞു, പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന കിഫ്ബിക്ക് വേണ്ടി ചെലവഴിച്ച 30,000 കോടി രൂപയിൽ 20,000 കോടി രൂപയും ഞാനാണ് ചെലവഴിച്ചത്. അവസാനം അപ്പൊ ഇതുപോലെ അയാൾ എന്താ ചെയ്യുന്നത്? അയാള് പച്ചയ്ക്ക് പരസ്യമായി പറഞ്ഞു വെക്കുകയാണ്. എന്താണ്? തോമസ് ഐസക്കിന്റെ കാലത്തെ ധനകാര്യ മാനേജ്മെന്റിനേക്കാൾ മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റ് എന്റെ കാലത്താണ് നടന്നത്. എന്നാൽ തോമസ് ഐസക് എന്താണ് ചെയ്യുന്നത്? തോമസ് ഐസക് ചെയ്യുന്നത് തന്റെ കാലത്താണ് മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാലത്ത് ധനകാര്യ മാനേജ്മെന്റിനെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. ഇത് പൂർണ്ണമായും ശരിയല്ല എന്ന് പരസ്യമായി ബാലഗോപാൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതിന്റെ രാഷ്ട്രീയം ഞാൻ അടുത്ത ഘട്ടത്തിൽ. ഇതിനകത്ത് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാന സമയത്ത് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ മാറ്റിവെക്കാമായിരുന്നല്ലോ. കാരണം കോവിഡ് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്കത് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഈ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുറച്ച് പരിഹരിച്ച് നിൽക്കാമായിരുന്നു. പക്ഷേ തുടർ ഭരണത്തിന് വേണ്ടിയാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത് 10 വർഷത്തിൽ ഒരിക്കൽ മതി ശമ്പള. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതായത് ഇപ്പൊ ഇയാൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വേറെ തന്നെ പറയുന്ന ഒരു കാര്യം എന്താ? കോവിഡിന്റെ കാലത്ത് ഇതുപോലുള്ള ശമ്പള പരിഷ്കരണം നടത്തിയത് അപൂർവമാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ കോവിഡിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം 4,500 കോടി രൂപ നടത്തിയത് പൊളിറ്റിക്കലായിട്ടായിരുന്നു എന്നും അത് പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, അയാള് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് എന്റെ കാലത്തെ ധനകാര്യ മാനേജ്മെന്റ് ആണ് നിങ്ങളുടെ കാലത്തെ ധനകാര്യ മാനേജ്മെന്റിനേക്കാൾ മെച്ചം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, എന്റെ കാലത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ കുഴപ്പം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്നുള്ള നിങ്ങളുടെ വാദം സുധ അസംബന്ധമാണ് എന്നും അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താ, ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. കാരണം പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്ന ആളാണ് തോമസ് ഐസക്. പിണറായി വിമർശനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാളും തോമസ് ഐസക്കാണ്. സ്വാഭാവികമായും പാർട്ടിയിൽ ബാലഗോപാലിനേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള തോമസ് ഐസക്, കാരണം തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയാണ്, ഇയാൾ സംസ്ഥാന സെക്രട്ടറി. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയിലുള്ള തോമസ് ഐസക്കിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള കെ എൻ ബാലഗോപാൽ പരസ്യമായ ഒരു നിലപാടെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പിണറായി വിജയന്റെ ആശീർവാദമില്ലാതെ നടക്കില്ല എന്നുള്ളതും ഉറപ്പാണ്. അപ്പൊ പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടിയാണ് ബാലഗോപാൽ ഈ അഭിപ്രായം പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ എന്തിനാണ് ബാലഗോപാലിന് അതിനൊരു ഗോ ഹെഡ് കൊടുത്തത്? കാരണം പിണറായി വിജയനെ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് തോമസ് ഐസക്കാണ്. അതുകൊണ്ട് തോമസ് ഐസക്കിനിട്ട് ബാലഗോപാലിനെ കൊണ്ട് ഒരു അടി കുടിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയവും കൂടി നമ്മൾ ഇതിന്റെ പുറകിൽ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ആശീർവാദം ഉണ്ടെങ്കിലും പിണറായിക്കും അറിയാമല്ലോ സാമ്പത്തിക സ്ഥിതി വളരെ രൂക്ഷമാണ്, വലിയ പ്രതിസന്ധിയിലാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇക്കൊല്ലവും ഈ കേരളീയം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോകുന്നു? ഓണാഘോഷവും ഉണ്ട്. ഇതൊക്കെ വളരെ ലഘൂകരിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് ഈ ഒരു ഡൈക്കോട്ടമി സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ചർച്ച. അല്ലാതെ കേരളത്തിലെ സാമ്പത്തിക മാനേജ്മെന്റ് അതിന്റെ ശരി തെറ്റ് എന്നുള്ളതല്ല ചർച്ച. അത് നമ്മൾ വേറൊരു ചർച്ചയിലാണ്. നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തോമസ് ഐസക്കിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ ബാലഗോപാൽ പച്ച പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. തന്റെ ധനകാര്യ മാനേജ്മെന്റ് ആയിരുന്നു മെച്ചപ്പെട്ടതെന്നും ബാലഗോപാലിന്റെ ധനകാര്യ മാനേജ്മെന്റ് മോശമായിരുന്നുവെന്നും ബാലഗോപാലിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് ഇത്തവണത്തെ തോൽവിക്ക് ഒരു സുപ്രധാന പങ്ക് വഹിച്ചതെന്നും പരസ്യമായി പറഞ്ഞിരുന്ന തോമസ് ഐസക്കിന്റെ നിലപാട് ആദ്യാവസാനം തെറ്റാണെന്ന് വേഗമായി പറഞ്ഞു പോകാതെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കാണുകയോ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. ഇതിനകത്തെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും ഇതിനകത്തെ രാഷ്ട്രീയവും ഒരുപോലെ തന്നെ നമ്മൾ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. ഈ തിരുത്തൽ കാര്യങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവും അതിനകത്ത് ഗൗരവമായിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്. ഈ തിരുത്തലിന്റെ ഭാഗമായി പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്ന തോമസ് ഐസക്കിനെതിരെ പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടി ബാലഗോപാലൻ നടത്തിയിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം തിരുത്തലിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ കാണാൻ. ഇത് തോമസ് ഐസക്കിന് മുന്നോട്ടുള്ള പോക്കിൽ തോമസ് ഐസക്കിന് ചെറിയൊരു തിരിച്ചടിയായിട്ട് നമ്മൾ ഇതിനെ കാണണം. പക്ഷെ ആത്യന്തികമായി കേന്ദ്ര നേതൃത്വത്തിന് വഴങ്ങിയ ബാലഗോപാലൊക്കെ നിൽക്കുള്ളൂ എന്നുള്ള വിഷയം നമ്മൾ ഉന്നയിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാകുമ്പോൾ പോലും തോമസ് ഐസക്കിന് പൊതുമണ്ഡലത്തിൽ നേട്ടം കൊടുത്തിരുന്ന ഒരു വിഷയത്തിൽ തോമസ് ഐസക്ക് വല്ലാത്ത തിരിച്ചടി ബാലഗോപാലിന്റെ ഈ വാദഗതിയുടെ ഭാഗമായി നേരിട്ടു എന്നുള്ളൊരു വിഷയമാണ് ഇതിനകത്തൂടെ പൊതുമണ്ഡലം മനസ്സിലാവുന്നത്.